കരുനാഗപ്പള്ളി ഗായത്രി ജംഗ്ഷൻ SBM ആശുപത്രി പാതയിലെ ഓട നിർമ്മാണം പാതി വഴിയിൽ. റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനായാണ് ഓട നിർമ്മാണം ആരംഭിച്ചത്. നഗരസഭ 19.5 ലക്ഷം രൂപ ചെലവഴിച്ച് 2 മാസം മുമ്പ് ഓട നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇത് പാതി വഴിയിൽ നിലയ്ക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി ഗായത്രി ജംഗ്ഷൻ SBM ആശുപത്രി പാതയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ഓട നിർമ്മാണം പൂർത്തിയാകുന്നില്ല. മഴക്കാലത്ത് പാതയിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്കും പരിസരവാസികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. പലയിടത്തും മുട്ടറ്റം വരെയാണ് വെള്ളം കെട്ടിക്കിടന്നിരുന്നത്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു. വളരെ പ്രയാസകരമായ മഴ പെയ്താൽ ഇതിലേക്കൂടെ നടക്കാൻ ഒക്കത്തില്ല. പായസം പോലെ കിടക്കുക റോഡ്. ഇപ്പം ഒരു ഓട പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓട്ട എങ്ങനെങ്കിലും അതും സഹിക്കുക. എന്നാലും ഇതൊന്നും ബാക്കി കോൺക്രീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇപ്പോഴും അഡീഷണൽ വർക്ക് ഉണ്ടാക്കി വീണ്ടും തുക കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ 19 ലക്ഷം രൂപ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ 4-1 പോലും ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഇത് കേൾപ്പോരും കേൾവിയുമില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയും. പാതയുടെ ഇരുവശത്തെയും വീടുകളിലേക്കും വെള്ളം കയറിയിരുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ ഭീഷണിയും ഉയർത്തിയിരുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഓഫീസ് ഉപരോധം ഉൾപ്പെടെ ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പല പ്രാവശ്യം സമരം നടത്തി. അതിൻ്റെ ഫലമായിട്ട് ടെൻഡർ ക്ഷണിച്ചു. ഒരു സൊസൈറ്റി ടെൻഡർ കൊടുത്തു. അവർ എഗ്രിമെൻ്റ് വെച്ചില്ല. വീണ്ടും ടെൻഡർ വിളിച്ചു. അവർ വർക്ക് ചെയ്യാതെ എഗ്രിമെൻ്റ് വെക്കാതെ അങ്ങ് പോയി. വീണ്ടും ടെൻഡർ എണിച്ചപ്പോൾ അവർ തന്നെ കൊടുത്തു. വേറെ ആരും കൊടുക്കുക. സൊസൈറ്റി ആകുമ്പം സൊസൈറ്റിക്ക് കൊടുക്കണമെന്നൊരു നിയമമുണ്ട്, മുൻഗണനയുണ്ട്. ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളൊരു സൊസൈറ്റിയാണ്. ഭരണം മുനിസിപ്പാലിറ്റി മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ്. മെമ്പർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ്. ജനങ്ങളുടെ നിരന്തരമായ ആവശ്യങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടും ആരും പരിഗണിക്കുന്നത് പോലുമില്ല. ഇതിനൊടുവിലാണ് പാതയിൽ ഓട നിർമ്മിച്ച് ദേശീയപാതയുടെ ഓടയിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്നതിന് തീരുമാനമായത്. ഇതിനായി നഗരസഭ 19.5 ലക്ഷം രൂപയും അനുവദിച്ചു. പാതയോരത്ത് ഓട നിർമ്മിച്ച് അതിനു മുകളിൽ സ്ലാബിടുന്ന പദ്ധതിയാണ് അനുവദിച്ചത്. 2 മാസം മുമ്പ് നിർമ്മാണവും തുടങ്ങി. വെള്ളക്കെട്ടുള്ള ഭാഗം മുതൽ ദേശീയപാത വരെ ഓട നിർമ്മിച്ചു. പലയിടത്തും സ്ലാബുകൾ നിരത്തി. ബാക്കി ഭാഗങ്ങളിൽ ഇനിയും സ്ലാബുകൾ ഇട്ടിട്ടില്ല. മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. തൊട്ട് പടിഞ്ഞാറത്തുള്ള ആ കുറിച്ചിയുടെ വീട്ടിൽ അവിടെ വീട്ടിൻ്റെ വാതിലിൽ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്ത് അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. അവർക്ക് പുറത്തോട്ടിറങ്ങാൻ കഴിയുന്നില്ല. രോഗിയായ ഒരു സ്ത്രീയാണ് ഉള്ളത്. അവർക്ക് ഒരു ആട്ടോ അങ്ങോട്ട് കയറാൻ ഒക്കത്തില്ല. പുറത്തോട്ട് പോകാൻ വയ്യ. അവരുടെ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തേക്കുന്ന സ്ഥലത്ത് വണ്ടി ഇടേണ്ടതാണ്. വണ്ടി ഇടാൻ കഴിയുന്നില്ല. പലരും പറഞ്ഞാൽ അവരൊക്കെ നിലവിളിക്കുകയാണ്. ആശുപത്രിയിൽ സ്ഥിരമായ രോഗികളാണ്. കൂടാതെ ഓടയുടെ നിരപ്പിലേക്ക് പാതയും ഉയർത്തേണ്ടതുണ്ട്. നിലവിൽ കഷ്ടിച്ച് ഒരു കാറിന് കടന്നുപോകാനുള്ള വീതി മാത്രമാണ് പാതയ്ക്കുള്ളത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വശം നൽകാനും ഇടമില്ല. എത്രയും പെട്ടെന്ന് ഓട നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉടൻ തന്നെ ഓട നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പടിപ്പുര ലത്തീഫ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.